ഒരു സമൂഹത്തിലൊരു നവോത്ഥാനം നടക്കേണ്ട ഒരു ഘട്ടമാണ്. യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത് സർവ്വമത സമഭാവനയാണ് വിഭാവനം ചെയ്യുന്നത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, അങ്ങ് ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് ചോദിച്ചിരുന്നു, എന്തിനാണ് ഇക്കാര്യങ്ങൾ മൂടിവെച്ചതുകൊണ്ട് സർക്കാരിന് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുകയെന്ന് ചോദിച്ചു. അതിനുള്ള കൃത്യമായ മറുപടി ഈ ചർച്ചയിൽ പങ്കെടുത്ത പാനലിസ്റ്റുകൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അങ്ങയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താതെ പോകുന്നത്? സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നില്ല? മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നില്ല? നേരത്തെ ഡോക്ടർ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു ക്ഷേത്രത്തിൻ്റെ കാര്യമാണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈന്ദവ സംഘടനയുടെ നേതാവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്നിരിക്കുക. ആഴ്ചകളോളം മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച നടത്തും. ഇടത് വലത് മുന്നണി നേതാക്കളുടെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കാര്യം വരുമ്പോൾ ആ പ്രത്യേക മതവിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരാളുടെ കാര്യം, ഒരു തീവ്രവാദിയുടെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇത് ചർച്ചയാവുന്നില്ല എന്നതിൻ്റെ കൃത്യമായ ഉത്തരം ഇവിടെ വെളിവാക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങേക്ക് പ്രതികരിക്കാം. അല്ല നീലിമ, ഇപ്പം CPM അല്ലെങ്കിൽ LDF സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഗണപതി ഒരു മിത്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുള്ള ചർച്ചകൾ നിങ്ങൾ എവിടെ പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ജില്ലയിൽ കുറച്ച് പേർ പൈസ ഇത് കള്ളക്കടത്ത് നടത്തുന്നു, ആ കള്ളക്കടത്ത് ഒരു മതതീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തെല്ലാം കോലാഹലമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾ നീലിമയ്ക്ക് അറിയാമല്ലോ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഒരു ജില്ലയെക്കുറിച്ച് ഒരു സമൂഹത്തിന് കംപ്ലീറ്റ് പറഞ്ഞു. സതീഷ് വസന്ത്, മുഖ്യമന്ത്രി എന്നിട്ട് ആ പ്രസ്താവനയിൽ ഉറച്ചു നിന്നോ? അതൊക്കെ PR വർക്കാണെന്നാണ് പറഞ്ഞത്. അല്ല എവിടെ പറഞ്ഞു? PR വർക്കാണ് ഉണ്ടായത്. PR ഏജൻസിക്ക് വന്ന പിഴവാണെന്നല്ലേ അക്കാര്യത്തിൽ പറഞ്ഞു വന്നത്? അല്ലല്ല, അദ്ദേഹത്തിന്റെ നിലപാട് മാറിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ജില്ലയെക്കുറിച്ച് അല്ല ഞാൻ പറഞ്ഞത്, ഒരു ജില്ലയ്ക്കകത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നെന്നു അത് മുഖ്യമന്ത്രി എന്നുള്ളതിൽ എനിക്ക് പറയേണ്ടി വന്നു. അതിന് തെറ്റെന്താ? അപ്പം അത് ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അതൊരു വാർത്തയായിട്ട് നടക്കുകയില്ലേ? ഇത് ഇപ്പം LDF സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തെ ഏലത്തെ സംബന്ധിച്ച് ഒന്നും മറച്ചു വയ്ക്കാനില്ലെന്നേ. ഇത് അന്വേഷിക്കേണ്ടത് ഒന്നും മറച്ചു വെക്കാനില്ലാത്തത് കൊണ്ടാണോ ഈ കേസിൽ UAPA ചുമത്താതിരുന്നത്? UAPയുടെ 15ാം ആക്ട് അനുസരിച്ച് കേസെടുക്കേണ്ട ക്രൈമല്ലേ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്, ആ ഭീകരവാദിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? എന്നിട്ട് എന്താണ് ചെയ്തത്? ഏത് വകുപ്പ് അനുസരിച്ചാണ് സംസ്ഥാന പോലീസ് കേസെടുക്കാൻ പോയത്? NIA ഏറ്റെടുത്തതിന് ശേഷം മാത്രമല്ലേ ഇതിൽ UAPA ചുമത്തുന്ന സാഹചര്യം ഉണ്ടായത്? സതീഷ് വസന്ത്, അത് ഈ കേസ് അന്വേഷിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞത്? ഒരു റെയിൽവേയിൽ നടന്നിട്ടുള്ള ഒരു പ്രശ്നം ഒരു കേരളത്തിൽ വെച്ച് ആയതുകൊണ്ട് മാത്രമാണ് ഒരു സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നത്. ഈ കാര്യങ്ങൾക്ക് അന്വേഷിക്കുന്നത് NIA ആണ്. NIA ആണ് ചുമത്തേണ്ടത് UAP വേണോ വേണ്ടതെന്ന്. അത് കൃത്യമായി ചുമത്തേണ്ടത് NIA ആണ്, അല്ലാതെ കേരള പോലീസ് അല്ല. ഇത് ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. കേരള പോലീസിനെ സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്തി ആ പ്രതിയെ ഇവിടെ കൊണ്ടുവന്ന് ജയിലിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും ഈ മത തീവ്രവാദം, അത് ഹിന്ദു തീവ്രവാദം എന്നാലും അതുപോലെ തന്നെ മുസ്ലിം തീവ്രവാദം എന്നാലും കൂട്ടു നിൽക്കാൻ ഈ സർക്കാരിന് LDF സാധിക്കില്ല. അത് കൃത്യമായ നടപടി വന്നിരിക്കും, അതിന് ഒരു സംശയമില്ല നീലിമ. പിന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് LDF കുഴപ്പമാണോ? ആണോ? അല്ലല്ലോ. അപ്പം ഇത് വ്യക്തമായി ഈ സർക്കാരിന് ഒരു നയമുണ്ട്. ഈ 9 വർഷം കൊണ്ട് ഇവിടെ എത്ര നിയന്ത്രിക്കുന്ന ശക്തികൾ ആരാണെന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങ് ഇടപെടാൻ നോക്കുന്നുണ്ട്, എന്താണ്? ഒറ്റ ചോദ്യമുള്ളൂ അദ്ദേഹത്തോട്, അള്ളാഹു മിത്താണോ? അല്ല, ആരാ പറഞ്ഞേ? അല്ല, ഗണപതി മിത്താണെന്ന് നിങ്ങൾ പറഞ്ഞാണല്ലോ. ഇവിടെ അതിന്റെ ആളുകളൊക്കെ അത് സപ്പോർട്ട് ചെയ്തതാണ്, ഇടതുപക്ഷം അത് വലിയ തോതിൽ പൊക്കി പിടിച്ചാണ്. നിങ്ങളൊന്ന് പറയൂ, ഒറ്റ ശ്വാസത്തിൽ പറയൂ, അള്ളാഹു മിത്താണോ? ഞാൻ പറഞ്ഞിട്ട് എല്ലാം വിശ്വാസത്തിന്റെ അള്ളാഹു മിത്താണോ? അതെ, ഗണപതി മിത്താണല്ലോ. അല്ലാഹു മിത്താണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി പല ചർച്ചകളിലും ഈ വിഷയം
നിങ്ങളെ പോലുള്ള പ്രതിനിധികളുടെ മുന്നിലേക്ക് ഉയർത്തിയതാണ്. ഇതൊക്കെ ഒരു പക്ഷേ ഇതൊക്കെ കൃത്യമായ ഒരു മറുപടി അല്ല, എവിടെ അല്ല, നിന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് കിട്ടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ല. ഗണപതി മിത്താണ്. എനിക്ക് പറയാം അള്ളാഹു മിത്താണ്. നിങ്ങൾ പറയൂ അള്ളാഹു മിത്താണോ? അല്ല, ഞാൻ ഒരു ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഇതല്ലേ. അത് അപ്പൊ ഗണപതി എന്താ വിശ്വാസത്തിന്റെ അല്ലേ? ഗണപതി എല്ലാം ഇപ്പൊ അള്ളാഹു എന്നാലും ക്രിസ്ത്യാനി സതീഷ് വസന്ത്, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നിങ്ങളിപ്പോൾ ഗണപതി മിത്താണ് എന്ന് ഷംസീർ പറഞ്ഞല്ലോ. ആ വാക്കുകളിലൊക്കെ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ അല്ലാഹു മിത്താണ് എന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾ അത് ഈ അംഗീകരിക്കുമോ? ഷംസീർ അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി എന്താ നീലിമ. അള്ളാഹു മിത്താണോ? നിങ്ങൾ ഉത്തരം പറയാതെ ഒഴിഞ്ഞു എല്ലാം മിത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു വിശ്വാസത്തിന്റെ ഇതിലാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ കണക്കാക്കുന്നത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. ഗണപതി മിത്താണ് എന്ന് നിങ്ങൾക്ക് ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റുന്ന പോലെ അള്ളാഹു മിത്താണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാമോ? എനിക്കത് കേട്ടിട്ട് വേണം ഒന്ന് ഇഹലോകം വെടിയാൻ. അല്ലല്ല, അത് എന്റെ വായിന്ന് കേൾക്കാൻ വേണ്ട. അതെന്താ കേൾക്കാൻ ഇത്ര പാട്? അതെന്താ നിങ്ങൾക്ക് ഇത്ര പാട്? അപ്പൊ ഗണപതി മിത്താണെന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. നിങ്ങൾ ഒരു 3-4 തവണ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഗണപതി മിത്താണ് എന്നുള്ള കാര്യം. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ വായിൽ നിന്നും അള്ളാഹു മിത്താണ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ഊരി പോകുമോ? എന്നാ ഒന്ന് പറയൂ, ഒന്ന് കേൾക്കട്ടെ. എനിക്ക് കൊതിയായിട്ടാണ്. ഇവിടെ ഗണപതി മിത്താണ് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പൊക്കെ എത്ര കാലം ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തെ ഇവിടെ സൂചിപ്പിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? നിലപാടിൽ നിന്ന് മാറ്റമില്ലാന്ന്. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അതിനു മുന്നേ പി ജയരാജൻ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞു ഇവിടെ ഐസിസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നതിനെ കുറിച്ച്, കണ്ണൂരിൽ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് വലിയ ചർച്ചയായപ്പോ എന്താ അവസാനം ഉണ്ടായത്? അത് പിൻവലിക്കുന്ന ഒരു അവസ്ഥയല്ലേ ഇവിടെ ഉണ്ടായത്. അത് ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ്. അപ്പൊ എന്താ ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ലേ? ഇവിടെ ഇപ്പോ ഈ പറയുന്ന സ്ലീപ്പർ സെൽ ഇല്ലേ? അത് അസ്തമിച്ചു പോയോ? ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഓരോ DGP-മാരും പറയുന്ന കാര്യമല്ലേ? ബെഹ്റ പറഞ്ഞില്ലേ? അതിന് മുന്നേ ഉള്ള ആള് പറഞ്ഞില്ലേ ഇവിടെ ഐസിസിന്റെ ഈ സ്ലീപ്പർ സെൽസ് ഉണ്ട്? നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ എന്താ പാട്? അപ്പൊ അത് പി ജയരാജൻ പറയുമ്പോൾ അത് ചർച്ചയാകുമ്പോൾ അത് എന്തിനാ പിൻവലിക്കുന്നത്? അത് ഞങ്ങളുടെ ഔദ്യോഗിക നിലപാടല്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്താണ്? VS അച്യുതാനന്ദൻ അത് പണ്ട് പറഞ്ഞതല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പൊ നിങ്ങളുടെ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഈ ഇസ്ലാമിന്റെ വശത്തേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഈ സൈഡ് വലിവ് അത് നാട്ടുകാർക്ക് മനസ്സിലാവും. നിങ്ങൾ മാത്രമല്ല ബിരിയാണി തിന്നുന്നത്, നാട്ടുകാരും ഒരു ബിരിയാണി ഒക്കെ തിന്നുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള സൈഡ് വലിവ് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവും. അതൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് ഒതുക്കൂ. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഗണപതി മിത്താണ് എന്ന് പറയാനേ പറ്റുന്നുള്ളൂ, അള്ളാഹു മിത്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് ഇവിടെ പ്രശ്നം. എന്നാൽ എനിക്ക് പറയാൻ കഴിയും ഗണപതിയും മിത്താണ്, അള്ളാഹുവും മിത്താണ്. എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ അതേപോലെ ഒന്ന് പറഞ്ഞു കാണിക്കുക. എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ നാക്കിൽ നിന്ന് വന്നാൽ എന്തോ കൊഴിഞ്ഞു പോകുന്നല്ലേ പറഞ്ഞ്? അത് വരാൻ പറ്റില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒരു തവണ പറഞ്ഞു കേൾപ്പിക്കും. നിങ്ങളൊരു സത്യസന്ധനായ ഒരു ഇന്റഗ്രിറ്റി ഉള്ള ഒരു രാഷ്ട്രീയക്കാരാണെങ്കിൽ ഒരു തവണ പറഞ്ഞു കേൾപ്പിക്കൂ. നിങ്ങൾക്ക് ഗണപതി മിത്താണെന്ന് പറയാൻ സാധിച്ച പോലെ ഒരു തവണ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കൂ അള്ളാഹു മിത്താണ്. എന്നാൽ ഞാൻ നിങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കാം. എല്ലാം മിത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. നിങ്ങളെന്നാ പറയൂ അള്ളാഹുവും മിത്താണ് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കൂ. വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ എല്ലാം മിത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഗണപതി മിത്താണ് എന്ന് താങ്കൾ പറയുമ്പോൾ അതിന് കൂടെ അല്ലാഹു എന്നുള്ളൊരു വാക്ക് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല. അല്ലെന്നില്ല ഇതൊക്കെ എന്ന് പറയുന്നത് വിശ്വാസത്തിന് അപ്പുറമായിട്ട് നേരത്തെ ആരിഫ് പറഞ്ഞ പോലെ ചില ബോധങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. ഈ മനസ്സിലായില്ലേ? അല്ലാഹു മിത്താണോ? അല്ല ആരിഫേ, എന്റെ വാക്യത്തിൽ നല്ല ആ ഒരു ചർച്ച അത് വേണ്ട. അതെന്താ ഗണപതി മിത്താണെന്ന് നിങ്ങൾ ഒരു 4 തവണ ഇവിടെ പറഞ്ഞു. അതിന്റെ പ്രശ്നം നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നതിൽ നിങ്ങൾക്ക് അറപ്പില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു മിത്താണ് എന്ന് പറയുന്നത് നിങ്ങളുടെ നാവിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ അറപ്പ്? മുഖ്യമന്ത്രി പറഞ്ഞപ്പോ ഒരു ജില്ല, ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കുന്നത്. മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് ഉറങ്ങട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ ഇവിടെ ഒരു 4 തവണ ഗണപതി മിത്താണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് റീപ്ലൈ ചെയ്ത് കേൾക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹു മിത്താണെന്ന് ഒരു തവണ പോലും പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അത് താങ്കളുടെ നാക്കിൽ നിന്നും വരില്ല എന്നും കൂടി നിങ്ങളിവിടെ ശപഥം ചെയ്യുന്നതൊക്കെ എന്തിനാണ്? ഈ സുഗ്രീവ ശപഥം എന്തിനാണ്? എല്ലാത്തിനും പിന്നെ എന്താ പ്രശ്നം? പറയൂ. ഏതൊരു ഇത് നമ്മൾ മിത്തിന്റെ ഇത് വെച്ച് തന്നെ നമ്മൾ പോണത് ഇല്ലാതെ എവിടെ പോണേ? മിത്താണ് ഒരു സെന്റൻസ് പറയൂ. എനിക്കത് കേട്ടിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ. അല്ല ആരിഫേ, എന്റെ വാക്യത്ത് കേൾക്കേണ്ട അതെന്താ കേട്ടാല് നിങ്ങളുടെ വായിൽ നിന്നും അത് വന്നാൽ എന്താ പ്രശ്നം? അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ പറയൂ. നിങ്ങളുടെ വായിൽ നിന്നും എന്താ ഗണപതി മിത്താണെന്നുള്ളത് മാത്രമേ വരുള്ളൂ. ഗണപതി അള്ളാഹു മിത്താണെന്നുള്ള സാധനം വരില്ലേ? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? അതെന്താ വരാത്തത്? സ്പീക്കർ പറഞ്ഞ ആ ഒരു വാചകത്തിന് ഇവിടെ സ്പീക്കറുടെ കാര്യം വിടും. നിങ്ങളുടെ നാക്കിൽ നിന്നും അത് വരില്ല എന്ന് നിങ്ങൾ ഈ ആവർത്തിക്കുന്നത് ഞാൻ കേട്ടോണ്ട് ഞാൻ ആശ്ചര്യപൂർവ്വം ചോദിക്കുകയാണ്. എന്താ വന്നാൽ ഗണപതി മിത്താണ് എന്ന് നിങ്ങളുടെ നാക്കിൽ നിന്ന് വരാമെങ്കിൽ അള്ളാഹു മിത്താണ് എന്ന് വന്നാൽ വലതുപക്ഷത്തിന്റെയോ ഒരു പ്രതിനിധിയിൽ നിന്ന്
ഇത്തരത്തിൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരെ അങ്ങനെ മുറിപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവില്ല. ഭീകരവാദികൾ നമ്മൾ ഭീകരവാദികൾ അത് സത്യമാണ്. അല്ല, തുടക്കമിട്ടത് നിങ്ങൾക്ക് ഏത് സമുദായത്തിലുള്ള എന്തെങ്കിലും ഏത് മതത്തിലുള്ള ആൾക്കാരായാലും ഭീകരവാദികളെ നമുക്ക് സമയമില്ല. ഒരു തവണയും കൂടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊന്ന് പറയൂ. ഗണപതി മിത്താണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ഒരു തവണയും കൂടി നിങ്ങൾ അള്ളാഹുവും മിത്താണ് എന്നൊന്ന് പറഞ്ഞു തരും. ഒരു തവണ ഞാൻ ലാസ്റ്റ് ഇനി ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരു തവണ ചോദിച്ചാൽ നിർത്താം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അതല്ല ഞാൻ പറഞ്ഞത്, എല്ലാം മിത്തിന്റെ ഒരു ഭാഗമാണ്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് ആരിഫ് ഉന്നയിച്ച ആ ചോദ്യത്തിന് നിങ്ങൾക്കെന്തല്ല ഇടത് വലത് മുന്നണികളിൽപ്പെട്ട പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പോലും അക്കാര്യത്തിൽ മറുപടി ഉണ്ടാകില്ല. കാരണം കേരളം അത്തരത്തിൽ ഒരു രാഷ്ട്രീയ കെമിസ്ട്രിയിൽ പെട്ട് കിടക്കുകയാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തെ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളുടെ വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിനെ ഒരു തരത്തിലും മുറിപ്പെടുത്താൻ നിങ്ങളുടെ നേതാക്കളോ നിങ്ങളുടെ അണികളോ ഒന്നും തയ്യാറാകില്ല. ഈ കേസും എലത്തൂർ ഒരു മാധ്യമങ്ങളോ ഇടത് വലത് മുന്നണികളിൽപ്പെട്ട ഒരാൾ പോലും പ്രതികരിക്കില്ല.